ഹായ്. എം ടി വാസുദേവൻ നായരുടെ ഏകദേശം 9 ഹ്രസ്വചിത്രങ്ങളെ ചേർത്ത് 8 സംവിധായകർ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ചേർന്ന് അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്ന ഒരു മലയാളം ആന്തോളജി വെബ് സീരീസ് ആയിരുന്നു മനോരഥങ്ങൾ എന്നുള്ളത്. ഈ ചിത്രം ഇപ്പോൾ C5-ൽ അവൈലബിൾ ആണ്. എന്തായാലും ഇതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ചിത്രത്തിനുള്ളിൽ നമ്മളുടെ ലെജൻസ് ആയിട്ടുള്ള കുറേ താരങ്ങളുണ്ടായിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ, ആസിഫ് അലി, ബിജു മേനോൻ, ഇന്ദ്രിയത്ത്, ഫഹദ് ഫാസിൽ, പാർവതി തിരുവോത്ത്, അപർണ ബാലമുരളി, അങ്ങനെ വലിയൊരു താരനിര അടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സീരീസ് എന്ന് പറയാൻ സാധിക്കും. ഇനി ഇതിനെപ്പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഹ്രസ്വചിത്രത്തെ പറ്റി മൊത്തത്തിലാണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഓരോരോ കഥ എടുത്തിട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. കാരണം ഇതിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 1, 2, 3 ഹ്രസ്വചിത്രങ്ങളുടെ ഒരു ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ വരുന്ന വീഡിയോകളൊക്കെ ആയിട്ട് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്നുള്ളത്. എന്തായാലും അങ്ങനെ ചെയ്യണമെന്നൊരു പ്ലാനുണ്ട്. മൊത്തത്തിലാണ് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു 9 കഥകളിലും അല്ലെങ്കിൽ 9 എപ്പിസോഡുകളാണുള്ളത്. ഓരോ കഥകളിലും ഊന്നുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ, അവൻ്റെ ഇമോഷൻസ് അല്ലെങ്കിൽ അവൻ്റെ സാഹചര്യം എന്നൊക്കെയുള്ള ഒരു കാര്യമാണ്. അവൻ്റെ പ്രണയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓരോരോ എപ്പിസോഡിൽ. അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള ആ ഒരു ഘടകം വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഇമോഷൻസ് പല രീതിയിൽ പല വെറൈറ്റിയിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പല ആംഗിളിൽ നിന്ന് ഓരോ മനുഷ്യൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലാണ് ഓരോ കഥകളും പറയുന്നതെന്ന് പറയാൻ സാധിക്കും. ഈ ഒരു 9 എപ്പിസോഡുകളും മികച്ചതായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോന്നും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. ചില എപ്പിസോഡുകൾ സ്റ്റോറി വൈസിൽ നല്ലൊരു ഇമ്പാക്ട്ഫുൾ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ഇമോഷണലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു റിയലിസ്റ്റിക് സ്വഭാവമുണ്ട്. ഓക്കെ, നമുക്ക് വളരെ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന പോലെയുള്ള കഥകളാണ് 9 എന്നുള്ളത്. കാരണം MGയുടെ കഥകളല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള കഥകളായിരിക്കും. അപ്പം ഈ കഥകളൊക്കെ ചിലതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമോഷണലി കണക്ട് ആവും, ചിലത് വർക്കൗട്ട് ആകാതെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചിലത് വർക്കൗട്ട് ആയില്ലെങ്കിൽ ടെക്നിക്കലി കുറച്ച് സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഓരോ എപ്പിസോഡുകളും പോകുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിലെനിക്ക് ഏറ്റവും ഒരു ഹൈ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നൽകിയ ഒരു സ്റ്റോറി എന്നുള്ളത് ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ഉണ്ടായിരുന്ന ഓളവും തീരവും എന്ന് പറയുന്ന മോഹൻലാൽ പ്രിയദർശൻ കോമ്പിനേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു ചിത്രം തന്നെയാണ്. കാരണം ആദ്യത്തെ എപ്പിസോഡായിരുന്നു അത്. ഞാൻ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ എക്സ്പെക്ടേഷൻ ഇല്ലാതെയാണ് കണ്ടത്. കാരണം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കൂടിയാണ്. പക്ഷേ ഒരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഓളവും തീരവും എന്ന് പറയുന്ന ആ ഒരു ചിത്രം സമ്മാനിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയാൻ സാധിക്കും. അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്. എന്തായാലും ആരെങ്കിലും കാണാൻ വേണ്ടി ഈ ഒരു മനോരഥങ്ങൾ കാണാൻ വേണ്ടി ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് സമീപിക്കാൻ സാധിക്കുന്ന ഒരു സ്റ്റോറി തന്നെയാണ് ഈ ഒരു ഓളവും തീരവും എന്നുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു ആന്തോളജി ഫിലിം അല്ലേ, അല്ലെങ്കിൽ കാണണ്ട എന്നൊക്കെ വെക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പോയെന്ന് കാണുക. കാരണം ഡീസൻ്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അതിൻ്റെ മേക്കിംഗ് ആകട്ടെ, പ്രകടനങ്ങളാകട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ആകട്ടെ, അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയൊക്കെ എടുത്തു പറയണം. കാരണം ഒരു പഴയ കാലഘട്ടമാണ്. എനിക്ക് തോന്നുന്നു 70-80 ആ ഒരു കാലഘട്ടം കണ്ടാന്ന് തോന്നുന്നു. എന്തായാലും അതിനെ നല്ല രീതിയിൽ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ആ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് ഓരോ എപ്പിസോഡുകൾ വരുന്നു, അതൊന്നും നമുക്ക് അത്രത്തോളം ഇമോഷണലി കണക്ട് ആവുന്ന പോലെ തോന്നിയില്ല. എസ്പെഷ്യലി പറയേണ്ടത് അടുത്ത എപ്പിസോഡ് എന്നുള്ളത് കടുകണ്ണവ ഒരു യാത്രാക്കുറിപ്പ് എന്ന് പറയുന്ന മറ്റൊരു എപ്പിസോഡായിരുന്നു. അത് നമ്മുടെ രഞ്ജിത്ത് മമ്മൂക്ക കോമ്പിനേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്ന ഒരു ചിത്രമായിരുന്നു. അതിൽ അത്രത്തോളം ഇമോഷൻസ് ഉണ്ടായിരുന്നു എന്നൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഒരു പക്ഷേ ഓളവും തീരം കണ്ടിട്ട് നെക്സ്റ്റ് കാണുന്നതുകൊണ്ടാണെന്ന് തോന്നിയില്ല. അതിനും ഏറ്റവും ഡ്യൂറേഷൻ കുറവുണ്ടായിരുന്ന ഒരു എപ്പിസോഡാണ്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നില്ല മമ്മൂക്കിക്ക് വലിയ സ്പേസ് ഉണ്ടായിരുന്നു എന്നും തോന്നുന്നില്ല. അതൊന്നും എനിക്ക് അത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയില്ല. പിന്നീട് അങ്ങോട്ട് കാഴ്ച എന്ന് പറയുന്ന ശ്യാമപ്രസാദ്, അതുപോലെ തന്നെ നമ്മുടെ പാർവതി തിരുവോത്ത് കോമ്പിനേഷനിലെത്തുന്ന ഒരു സ്റ്റോറി എത്തി. അത് അത്യാവശ്യം ഒക്കെ ആയിട്ട് തോന്നി. ഓക്കെ, ഒരു സ്ത്രീ അവളുടെ ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്നതാണ് ആ ഒരു ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റോറി എന്നുള്ളത്. അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നി. പിന്നീട് ഇങ്ങോട്ട് ഓരോന്നൊക്കെ വന്നു, ശിലാലിഖിതം, അതുപോലെ വിൽപ്പന, പിന്നെ ഷെർലോക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റോറിയൊക്കെ എത്തുന്നുണ്ട്. ഇതൊക്കെ ഒന്നും തന്നെ ഓക്കെ, ജസ്റ്റ് വാച്ചബിൾ എന്നുള്ളൊരു മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. പിന്നെ അത്യാവശ്യം ഒരു തരക്കേടില്ലാത്ത ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്ന രതീഷ് അമ്പാടിൻ്റെ കടൽക്കാറ്റ്, ഇന്ദ്രിയത്ത്, അപർണ ബാലമുരളിയൊക്കെ തന്നെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന കടൽക്കാറ്റ് എന്ന് പറഞ്ഞ സ്റ്റോറി ആയിരുന്നു. അത്യാവശ്യം ഓക്കെ ആയിട്ട് തന്നെ തോന്നി. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷ് ശിവൻ്റെ ഒരു ചിത്രമാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഫാൻറ്റസി ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. സിദ്ദിഖയാണ്, അദ്ദേഹമാണ് ഹീറോ ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അഭയം തേടി വീണ്ടും എന്നാണ് അതിൻ്റെ പേരെന്നുള്ളത്. അത് ടെക്നിക്കലി അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള ഒരു സിനിമയായിരുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ അത്യാവശ്യം പ്രൊഡക്ഷൻ ക്വാളിറ്റിയൊക്കെയുള്ള ഒരു ചിത്രം തന്നെ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. പിന്നെ ഫൈനലായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ജയരാജിൻ്റെ സ്വർഗം തുറക്കുന്ന സമയം എന്ന് പറയുന്ന ഒരു ചിത്രമാണ്. അതിനുള്ളിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് ഇന്ദ്രൻ ചേട്ടൻ, അതുപോലെ തന്നെ നമ്മളുടെ നെടുമുടി വേണിച്ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെ ചിത്രമാണ്. രഞ്ജിത്ത് പണിക്കരുണ്ട്, കൈലാഷ് ഉണ്ട്, അങ്ങനെ കുറേ താരങ്ങളൊക്കെ ആയിരുന്നു. അതും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് മൊത്തത്തിൽ നൽകിയിട്ടുള്ളത്. ചിലത് അത്യാവശ്യം ഒക്കെ ആയിട്ട് തോന്നി, ചിലത് നല്ലതാണെന്ന് തോന്നി, ചിലത് ഞാനുമായിട്ട് കണക്ട് ആയില്ലോ എന്ന് തോന്നി. അങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങളൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് നൽകി കണ്ടു തീർത്ത ഒരു ആന്തോളജി വെബ് സീരീസ് ആണെന്ന് പറയാൻ സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ടത്
പ്രകടനങ്ങളൊക്കെ തന്നെ മികച്ചതായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള ഒരു വെബ് സീരീസ് കൂടിയാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചില കഥകളൊന്നും നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഇതൊക്കെ MTയുടെ പഴയ കഥകളാണ്. അപ്പം കാലങ്ങൾ കുറേ പിന്നിട്ടു. ഒരുപക്ഷെ അദ്ദേഹത്തിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥയിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ടിട്ട് തന്നെ എനിക്ക് തോന്നുന്നു പല സിനിമകളും ഇറങ്ങിയിട്ടുണ്ടാകും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കഥകളൊക്കെ കാണുമ്പോഴത്തേക്കും ഞാനിത് ഒരുപാട് സിനിമയ്ക്കുള്ളിൽ ഇതിന് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു ഫീൽ പല കഥകളിലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും മൊത്തത്തിൽ നോക്കി കാണുമ്പോഴത്തേക്കും ഓക്കെ, ജസ്റ്റ് കണ്ടിരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. എന്തായാലും നിങ്ങൾ കാണാൻ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിട്ട് എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സ്റ്റോറി ഏതായിരുന്നു എന്നൊക്കെ തന്നെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു 1-2-3 സ്റ്റോറീസ് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് റിവ്യൂ ചെയ്യാം. എന്തായാലും ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു ആന്തോളജി സീരീസിന് നൽകുന്ന റേറ്റിംഗ് എന്നുള്ളത് ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ്. 10-6.5. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ സീരീസിൻ്റെ ഒക്കെ വിശേഷമായിട്ടാണ്.